ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മമ്മിയെ ചതിച്ചവരോടൊക്കെ വീണ്ടും വീണ്ടും പൊറുക്കാൻ മമ്മി തയ്യാറാണോന്ന് പറ. എന്റെ അച്ഛനോട് പൊറുക്കാനാവോ മമ്മിക്ക്? ഗാഥ, ആ സുമിത്ര, ഞാൻ പറഞ്ഞത് എന്താണെന്ന് സിത്താരയ്ക്ക് കാണണ്ടേ? കണ്ടോളൂ. കണ്ടില്ലേ സിത്താരെ, എത്രയോ ജന്മത്തിന്റെ ആഴോ അവർ തമ്മിലുള്ള സ്നേഹത്തിന്. സുമിത്ര, ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കാം കേട്ടോ. ആ ശരി. എത്ര നാളുകൾക്ക് മുമ്പ് മമ്മിയോട് ഞാനിത് പറഞ്ഞതാ. അന്ന് മുഴുവൻ അവരുടെ ആത്മാർത്ഥതയെ കുറിച്ച് മമ്മി പറഞ്ഞു. കൃഷ്ണയെ പോലെ ഒരുത്തി വാക്ക് തെറ്റിക്കില്ലെന്ന് പറയാൻ വലിയ ഉത്സാഹമായിരുന്നല്ലോ മമ്മിക്ക്. ഇപ്പൊ കണ്ട കാഴ്ച എന്താ? ഇത് ഇത്രയ്ക്ക് വഷളാക്കിയതില് മമ്മിക്കും പങ്കുണ്ട്. ദേ, ഈ നിൽക്കുന്ന സിനിച്ചേച്ചിക്കും പങ്കുണ്ട്. മമ്മി, അവൾ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണം. ഇനി അവള് നവീന്റെ കൂടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് പകരം നവീനൊപ്പം ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറഞ്ഞ അവിടുത്തെ സ്മെല്ല് പിടിക്കില്ല നിനക്ക്. കളരിക്കൽ തറവാട്ടി ചെന്നാല് അവരുടെ രീതികൾക്കനുസരിച്ച് പെരുമാറാൻ അറിയില്ല. പൂജയും അവിടുത്തെ ആചാരങ്ങളും ഒക്കെ എത്ര തവണ പറഞ്ഞു തന്നതാ. എന്തെങ്കിലും ഒന്ന് നേരെ ചൊവ്വേ പഠിക്കാൻ കഴിയോ നിനക്ക്? ആ സുഖമില്ലാതിരിക്കുന്ന നവീനെ അവൾ പരിചരിക്കുമ്പോ അവളെ നവീൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീയാണെന്ന് കരുതിയിട്ടാവില്ലേ? അല്ലാതെ മറ്റൊന്നും അല്ല. ഓക്കെ ഓക്കെ, നവീന്റെ കാര്യം ഓക്കെ. പക്ഷേ അവൾക്കറിയില്ലേ അവൾ എന്തിനാ നവീന്റെ നെഞ്ചിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത്? അതിന് ഉത്തരണ്ടോ മമ്മിക്ക്? മമ്മി, മമ്മിയുടെ മകൾ സന്തോഷത്തോടു കൂടെ ജീവിക്കണോ, അല്ലെങ്കിൽ മമ്മിയെ ചതിച്ച ആ തങ്കത്തിന്റെ മകള് സന്തോഷത്തോടു കൂടി ജീവിക്കണോ? അതാ മമ്മി ചിന്തിക്കേണ്ടത്. മമ്മിയെ ചതിച്ചവരോടൊക്കെ വീണ്ടും വീണ്ടും പൊറുക്കാൻ മമ്മി തയ്യാറാണോന്ന് പറ. എന്റെ അച്ഛനോട് പൊറുക്കാനാവോ മമ്മിക്ക്? ഗാഥ, ഗാഥ, ഹോസ്പിറ്റലിൽ നിന്ന് നവീൻ ഡിസ്ചാർജ് ആവുന്ന നിമിഷം കൃഷ്ണന്റെ അടുത്ത് അവിടുന്ന് പോകാനായിട്ട് ഞാൻ പറയാം. നവീനോടൊപ്പം കളരിക്കിലേക്ക് നിനക്ക് ചെന്ന് കയറാൻ പറ്റും. അതല്ലാതെ എന്റെ മുന്നിൽ ഇപ്പോ വേറെ ഓപ്ഷൻസ് ഇല്ല. ഇനി എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച എല്ലാം അവസാനിപ്പിക്കാനും എനിക്ക് പറ്റും. മമ്മി പറയുന്നതൊന്ന് കേൾക്കും മാഡം. എല്ലാവിധ ആഡംബരങ്ങളോടും കൂടി നവീന്റെ ജീവിതത്തിലേക്ക് മാഡത്തിന് പ്രവേശിക്കാൻ പറ്റും. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മാഡം മറന്നു കളഞ്ഞേ പറ്റൂ. ഞാൻ ബഹളം വെക്കുമ്പോ മമ്മിക്ക് വിഷമം തോന്നുന്നുണ്ടോ? പക്ഷേ മമ്മി ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു കാഴ്ച കാണുമ്പോ എന്റെ മനസ്സ് എത്ര വേദനിക്കുന്നു? ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടെന്ന് കൂടെ എനിക്ക് അറിയില്ല സിനി. എത്രയും പെട്ടെന്ന് നവീനെ ഒന്ന് ഡിസ്ചാർജ് ചെയ്താൽ മതിയായിരുന്നു. എല്ലാം കൂടെ ഒന്ന് അവസാനിപ്പിച്ചൊന്ന് ശ്വാസം വിടണം എനിക്ക്. ഹലോ അമ്മേ, എന്താ നന്ദ വിളിക്കാൻ ഇത്ര താമസിച്ചേ? എങ്ങനെയുണ്ട് നവീന്? നവീന് ബോധം തെളിഞ്ഞു അമ്മേ. ഈശ്വര, ആക്സിഡന്റ് ആയതുകൊണ്ട് ചില ചെക്കപ്പ് കൂടി ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞാ നാളെ വീട്ടിലേക്ക് തിരിച്ചെത്താം. ഒരു കാര്യം ഉറപ്പാ, അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം
കൃഷ്ണമോള് തന്നെയാ. അബോധാവസ്ഥയിൽ നിന്നും അവനെ വിളിച്ചു നടത്തിയത് കൃഷ്ണയാ. ഈ കുടുംബത്തിന്റെ ശാപം മാറ്റിയ കുട്ടി, എന്റെ മോന്റെ ജീവൻ രക്ഷിച്ച കുട്ടി, അവളോട് എങ്ങനെയൊക്കെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്? എനിക്ക് അവളെ കാണാൻ കൊതിയാവുക നന്ദ. ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞോട്ടെ അമ്മേ. ഇനി മുതൽ മോനും മോളും അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. ആ, പിള്ളേര് വരുന്നതിന് മുമ്പ് ചില പൂജകളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ഇനി എന്ത് പൂജയമ്മേ? പേടിക്കണ്ട, ഇനിയുള്ള പൂജകളൊക്കെ അവരുടെ രണ്ടുപേരുടെയും ഐശ്വര്യത്തിന് വേണ്ടിയുള്ളതാ. അതെത്ര ചെയ്താലും എനിക്ക് മതിയാവില്ല നന്ദ. പണ്ടൊക്കെ കളരിക്കൽ കുടുംബത്തിന്റെ തറവാട്ട് കാരണവരെന്നൊക്കെ പറഞ്ഞിരുന്നത് ഒരു മുൾക്കിരീടമായിരുന്നു. എന്ന അവസ്ഥ അതല്ല. ശാപം ഒഴിഞ്ഞ ഈ തറവാടിന്റെ ഏറ്റവും മുതിർന്ന അംഗമായിരിക്കുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാ. നമ്മൾ ആഗ്രഹിച്ചത് നടന്നല്ലോ അമ്മേ. ദൈവം നടത്തി തന്നല്ലോ. അതെ, ദൈവം അവളുടെ രൂപത്തിൽ വന്ന് നടത്തി തന്നു. അതാണ് സത്യം. നീ മോന്റെ അടുത്തേക്ക് ചെല്ലേ. വേണ്ട വഴിപാടുകളൊക്കെ ഞാൻ നടത്തിക്കോളാം. ഈശ്വര, കാത്തു രക്ഷിച്ചല്ലോ നീ. നാഗശാപം തീർന്നു കഴിഞ്ഞ കൃഷ്ണയ്ക്ക് പകരം ഗാഥമോളെ നവീന്റെ ജീവിതത്തിലേക്ക് എത്തിക്കുമെന്നാ സിതാരാമാടം പറഞ്ഞിരിക്കുന്നേ. അതനുസരിച്ചാണെങ്കിൽ കൃഷ്ണമോൾ ഇവിടെ തിരിച്ചെത്തേണ്ട സമയമായില്ലേ? ഇതിൽ ഇത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു? കൃഷ്ണമോളെ അവര് വിടില്ല, നവീനും വിടില്ല. ഇത്രയ്ക്ക് ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടിയെ വേണ്ടെന്ന് വെക്കാൻ അവർക്ക് പറ്റുമോ? സിതാരാമാഡത്തിനെ നിങ്ങൾക്കറിയില്ലേ? ഒരു കാര്യം തീരുമാനിച്ച അതവര് നടത്തിയിരിക്കും. കുറെ കാലം മുമ്പാണെങ്കിൽ അത് ശരിയാ തങ്കേച്ചി. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടറിയണം. കൃഷ്ണമോളോട് സിതാര മാഡത്തിന് എന്തൊരു സ്നേഹാണെന്നോ. സ്വന്തം മോൾക്ക് വേണ്ടി സിതാര മാഡം വാശി പിടിച്ചിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അത് സത്യമാ. പക്ഷേ കൃഷ്ണയോടുള്ള സ്നേഹം കൊണ്ട് അവള് കളരിക്ക് തന്നെ നിന്നോട്ടെ എന്ന് സിതാര മാഡം തീരുമാനിച്ച തെറ്റ് പറയാനില്ല. സിതാര മാഡം കൃഷ്ണയെ സ്നേഹിക്കും. അതങ്ങനെ വരൂ. അതെന്താ തങ്കം അങ്ങനെ പറഞ്ഞേ? കൃഷ്ണയോട് സിതാര മേഡത്തിന് സ്നേഹം തോന്നാൻ വേറെന്തെങ്കിലും കാരണമുണ്ടോ? ഏയ്, ഞാൻ അതൊന്നും ഓർത്ത് പറഞ്ഞതല്ലേ. കൃഷ്ണമോളെ സിതാര മാഡത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. കളരിക്കൽ കുടുംബത്തിനെ കുറിച്ച് സിതാര മാഡം ഇനി ചിന്തിക്കില്ല. എത്രയും പെട്ടെന്ന് ഗാഥമോൾക്ക് ഒരാളെ കണ്ടെത്തി വിവാഹം ചെയ്തു കൊടുക്കും. അത് മിക്കവാറും തങ്കേച്ചി നോക്കിക്കോ, വിദേശത്തുള്ള ആർക്കെങ്കിലും ആയിരിക്കും.